മോളെ ഈ ഫോം ഒന്ന് പൂരിപ്പിച്ചു തരുവാ? ഓ അതിനെന്താ, ഞാൻ കുറേ ആളോട് ചോദിച്ചു, എല്ലാരും തിരക്കുക. അതെല്ലേ. പേരെന്തേനു? രാജേഷ്. ഒരു പെൻഷന്റെ ആവശ്യത്തിനാ മോളെ. വീട്ടുപേരെന്താ? വെള്ളുവ. ഒന്ന് ആധാർ എന്തെങ്കിലും ഉണ്ടോ? ആ ഉണ്ട് മോളെ. രാജേഷിന്റെ ആരാ? രാജേഷിന്റെ അച്ഛനാ മോളെ. രാജേഷ് ഉണ്ടോ ഇവിടെ? ആ ഉണ്ട് മോളെ. എനിക്ക് ആളെ ഒന്ന് കാണാൻ പറ്റുവാ? ആ പറ്റും. ആ മോളെ വീട് ഇവിടെ അടുത്ത. ഓ അതെയാ, നോക്കി നടക്കണേ. ആ ഇങ്ങോട്ട് വഴിയൊന്നുമില്ല അല്ലേ? ഇങ്ങോട്ട് വഴിയെല്ലാം വളരെ മോശം മോളെ. വേറെ ആരും ഇല്ലേ നാരായണേട്ട ഇവിടെ? ഉണ്ട് മോളെ. ബാക്കി ആര്? ഇതാണ് എൻ്റെ മോൻ രാജേഷ്. രാജേഷിന് എന്താ പറ്റിയത്? ഞാൻ കരുതി രാജേഷിൻ്റെ കല്യാണമെല്ലാം കഴിഞ്ഞ് മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നതായിരിക്കുമെന്ന്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ രാജേഷ്. മോളെ, ഓൻ്റെ അമ്മേനും ഓനല്ലോ. ഓൻ്റെ അമ്മ പോയ ശേഷം ഒരു പെണ്ണ് വന്നിന്. ആ പെണ്ണ് ഓനെ ഉപേക്ഷിച്ച് പോയി. അതിന് ശേഷം ഓൻ ഇങ്ങനെയാണ്. ഹലോ, എനിക്ക് ഏട്ടനെ ഒന്ന് അർജൻറ്റായിട്ട് കാണണമായിരുന്നു, ഒന്ന് വരുമോ? നീ എന്നാണ് അർജൻറ്റായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഏട്ടാ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. നിനക്കെന്തെങ്കിലും പറയണ്ടെന്ന് പറഞ്ഞേ? ഏട്ടാ, അച്ഛനുണ്ട് എനിക്കൊരു കല്യാണാലോചന കൊണ്ടുവന്നിട്ട്. ഇങ്ങനെ പണിയും കൂലിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടന്നിട്ട് ഞാൻ എത്ര കാലം ഇങ്ങനെ കാത്തിരിക്കുക. അതുകൊണ്ട് എന്തോ മലേഷ്യയിൽ എന്തോ ജോലിയാ പോലും. അപ്പോൾ ഞാനും കല്യാണം കഴിഞ്ഞ് അന്നേയും കൂട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി എനിക്ക് ഏട്ടനെ കാത്തിരിക്കാനാവില്ല, ഞാൻ പോവാം. ഇത് പറയാൻ ഞാൻ വന്നു. എൻ്റെ മോനെ ഈ ഗതിയിലാക്കിയവൾ ഒരിക്കലും ഗതി പിടിക്കൂല.